വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഓപ്ഷൻ ട്രേഡറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഡെയിലി ഇവിടെ ചാർട്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാർട്ടിൻ്റെ ഒരു ലെവൽ ടെലഗ്രാം ചാനൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ടെലഗ്രാം ചാനൽ ഫ്രീ ആണ്. ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുന്നതാണ്. കഴിഞ്ഞതിന് മുന്നിലത്തെ, അതായത് വെള്ളിയാഴ്ച നല്ലൊരു സിഇയിലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 100 പോയിൻറ്റിൽ കൂടുതൽ, അതായത് ഓപ്ഷൻ്റെ പ്രൈസ് 100 പോയിൻറ്റിൽ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്തു. അതിനകത്ത് 75 പോയിൻറ്റ്സ് ഞാൻ സ്വന്തമായിട്ട് അതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് കൂടുതൽ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുന്നത്. ഞാനൊരു ഓപ്ഷൻ ബയറാണ്. ഓപ്ഷൻ സെല്ലേഴ്സിനും ഈ ലെവൽ നോക്കിക്കൊണ്ട് അവർക്ക് ഒരു സ്ട്രാങ്കിളോ സ്ട്രാഡിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. വളരെ കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ, വേറെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ, തീറ്റ, ഗാമ, ഓർഡർ ഫ്ലോ, പൊട്ടാത്ത കുറേ എന്താ പറയുക വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇൻഡിക്കേറ്റർ, FII, DII, ഒരു കൺഫ്യൂഷനും ഇല്ല. വളരെ സിമ്പിൾ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ലൈവ് മാർക്കറ്റിൽ ഒരു സ്ഥലത്ത് കയറുക, ഒരു സ്ഥലത്ത് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. വളരെ ക്ലിയറാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ നിന്ന് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ വളരെ ക്ലിയറാണ്. വൺ സൈഡ് അപ്പ് മൂവ് ആണ് നമുക്ക് കാണുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് മൂവ് കിട്ടിയാൽ, 48,500 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് മൂവ് കിട്ടിയാൽ നമുക്ക് നല്ല രീതിയിൽ 48,860, 850, അതായത് ഈ ദിവസത്തിൻ്റെ ഈ പ്രൊഫൈല് ഓപ്പൺ ഇസ് ഈക്വൽ ടു ഹൈ എന്ന് പറയുന്ന പ്രൊഫൈൽ ഇത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ദിവസത്തിൻ്റെ അതായത് 7 മെയ് ഈ മാസം തുടങ്ങിയ സമയത്തുള്ള ഒരു പ്രൊഫൈലാണിത്. അപ്പോൾ ഈ പ്രൊഫൈലിന് നമുക്ക് 48 ഇതിന് മുകളിൽ, അതായത് ഇവിടെ ഒരു വോളിയം പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് ഇതിന് മുകളിൽ ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡ്രൈവ് കിട്ടി ഇത് പൊട്ടിക്കുകയോ, രാവിലെ നമുക്ക് ഇന്നലത്തെ കഴിഞ്ഞ 2 ദിവസത്തെ ഹൈൻ്റെ മുകളിൽ, അതൊന്ന് മൾട്ടി ഡേ ഹൈ എന്ന് നമ്മൾ പറയും. സോ ആൾമോസ്റ്റ് അത് എത്ര ദിവസത്തെ ഹൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,400 അവിടെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയാൽ, ഓപ്പൺ ഇസ് ഈക്വൽ ടു ലോ ആണെങ്കിൽ നല്ല ഒരു അപ്പ് മൂവ് വൺ സൈഡ് നമുക്ക് നോക്കാൻ പറ്റും. കാര്യത്തിൽ അത് മൾട്ടി ഡേ ഹൈൻ്റെ മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പൺ ആകുന്നത്. സോ അങ്ങനെ ഓപ്പൺ കിട്ടിയാൽ നമുക്ക് വൺ സൈഡ് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ഈ 2 ദിവസത്തെ ലോ ഉണ്ടല്ലോ, ഇത് നമുക്കൊരു റെസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. 48,856 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 48,840, 850 വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്താൽ ഇത് നല്ലൊരു വൺ സൈഡ് മൂവ്. 49,000 ഈ വാല്യൂ ഏരിയ ലോ 49,000. ദെൻ ഈ ഓപ്പൺ ഇസ് ഈക്വൽ ടു ഹൈ ഇത് ക്ലിയർ ചെയ്യുന്നതും കാണാൻ പറ്റും. എന്തായാലും ഇന്ന് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നാളെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഓപ്പൺ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷേ 48,100, 48,200 ഈ ലെവലിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓപ്പണായി വൺ സൈഡ് മൂവ് മുകളിലോട്ട് തരണം. അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു 600 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 700 പോയിൻറ്റിൻ്റെയൊക്കെ ഒരു അപ്പ് മൂവ് കാണാനായിട്ടോ വൺ സൈഡ് കാണാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. താഴോട്ടാണെങ്കിൽ 48,100ൻ്റെ താഴെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആവുകയും അതിൻ്റെ താഴെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 47,800, 47,775 എന്നുള്ള ഒരു ലെവൽ നിങ്ങൾ നോക്കിയുള്ളൂ. അത് താഴോട്ട് നമുക്ക്, അതായത് AB പുവർ ലോ ഇവിടെ ഉണ്ട്. സോ AB പുവർ ലോ ഇവിടെ ഉള്ളതുകൊണ്ട് 47,800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഈ ലെവലാണ്. ഈ ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ വോളിയം പ്രൊഫൈലൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ലെവലിലൊരു സപ്പോർട്ട് കാണുന്നുണ്ട് 47,800ൻ്റെ അവിടെയൊക്കെ. സോ ഇവിടെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് താഴോട്ടാണെങ്കിൽ. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.